പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ സന്നിധിയിൽ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ എളിയ സാക്ഷികളായി ഉയർത്തിയതിന് ആദ്യമായി പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഞാൻ നന്ദി പറയുന്നു. എൻ്റെ പേര് തോമസ് ആൻ്റണി, ഭാര്യ ടെസി തോമസ്. ഞങ്ങൾ പാലാ കത്തീഡ്രൽ ചർച്ച് ഇടവകാംഗങ്ങളാണ്. കഴിഞ്ഞ 30 വർഷത്തിലധികമായി ഞങ്ങൾ ഡൽഹിയിൽ ജോലിയിലായിരുന്നു. കഴിഞ്ഞ വർഷം സെപ്റ്റംബർ മാസം അവസാനത്തിൽ ഞങ്ങൾ നാട്ടിലേക്ക് പെർമനൻ്റായിട്ട് ഷിഫ്റ്റ് ചെയ്തു. അവിടെ വെച്ച് തന്നെ ഈ കൃപാസനത്തിലെ സാക്ഷ്യങ്ങളും അച്ഛൻ്റെ ടോക്കുകളും ഒക്കെ കേട്ടതുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തെക്കുറിച്ച് വലിയൊരു ബോധ്യം ലഭിക്കുകയും വന്നാൽ ഉടൻ തന്നെ ഈ സ്ഥലത്ത് വന്ന് അമ്മയുടെ സന്നിധിയെ സന്ദർശിക്കണമെന്ന് ഒരാഗ്രഹമുണ്ടാകുകയും ചെയ്തു. അതുകൊണ്ട് ഒക്ടോബർ മാസം ആദ്യം ഞങ്ങളിവിടെ എത്തി. ഒക്ടോബർ 4-ാം തീയതി ഇവിടെ ഞങ്ങൾ ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തതിന് ശേഷം വലിയ അനുഗ്രഹങ്ങളാണ് ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി നൽകിയത്. ആദ്യം ഞങ്ങൾക്ക് ഉടമ്പടി എന്താണെന്ന് ശരിക്കും മനസ്സിലായില്ല. അതുകൊണ്ട് വളരെ ആത്മാർത്ഥതയോടുകൂടി ചെയ്യുവാൻ സാധിച്ചില്ല. ഓരോ പുതുക്കലിലും ഞങ്ങൾ കൂടുതൽ ആത്മാർത്ഥതയോടുകൂടി ചെയ്യുവാൻ സാധിച്ചു. ഞങ്ങൾ എഴുതി കൊടുത്തതും അല്ലാത്തതുമായ ഒത്തിരിയേറെ നിയോഗങ്ങൾ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി ഞങ്ങൾക്ക് ലഭിക്കുകയുണ്ടായി. ചില അനുഭവങ്ങൾ പങ്കുവെക്കാം. ആദ്യമായിട്ട് ഞങ്ങളുടെ ഡൽഹിയിലുള്ള ഒരു വീട് വിൽക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ അത് നടന്നില്ല. ഇവിടെ വന്നതിന് ശേഷം അത് നടന്നില്ല. അതുകൊണ്ട് ഞങ്ങളത് നിയോഗത്തിലെഴുതി രണ്ടാമത് പുതുക്കുന്നതിന് മുൻപ് തന്നെ 1 വർഷമായി കച്ചവടം നടന്നായിരുന്ന വീട്, അതിൻ്റെ കച്ചവടം നടന്നു. ഞങ്ങൾ ആഗ്രഹിച്ചതുപോലെ ന്യായമായൊരു വിലയ്ക്ക് അത് വിൽക്കുവാനും സാധിച്ചു. അതുപോലെ തന്നെ ഞങ്ങളുടെ പാലായിലൊരു വീടുണ്ടായിരുന്നു. അതിൻ്റെ അല്പമായ ഫിനിഷിംഗ് വർക്കുകളും പെയിൻറ്റിങ്ങുകളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. ഞങ്ങൾക്ക് 2 പേർക്കും അലർജിയുടെ പ്രോബ്ലം ഉള്ളതുകൊണ്ട് അവിടെ താമസിച്ചുകൊണ്ട് വർക്ക് ചെയ്യുന്നത് ബുദ്ധിമുട്ടായിട്ട് തോന്നി. പക്ഷേ ഞങ്ങൾ ഉടമ്പടിയിൽ ആശ്രയിച്ച് പ്രാർത്ഥിച്ച് എല്ലാ വർക്കുകളും യാതൊരു പ്രശ്നങ്ങളുമില്ലാതെ വളരെ കൃത്യസമയത്ത് തന്നെ വളരെ നന്നായി ചെയ്തു തീർക്കുവാൻ സാധിച്ചു. ഇനി ഉടമ്പടിയിൽ വെക്കാത്ത പല കാര്യങ്ങളും ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ്, ഏതാണ്ട് 10 വർഷം മുൻപ്, ഒരു ലോൺ ആവശ്യത്തിന് വേണ്ടി നാട്ടിലുള്ള സ്ഥലത്തിൻ്റെ ആധാരം ഞങ്ങളുടെ പാലായിലുള്ള ബ്രാഞ്ചിൽ കൊടുത്തിരുന്നതാണ് വെരിഫിക്കേഷന് വേണ്ടി. ലോൺ അവസാനിച്ച് കഴിഞ്ഞ ശേഷം ആധാരം ചെടുക്കാൻ ചെന്നപ്പോഴാണ് അവർ പറഞ്ഞത് അത് വെരിഫിക്കേഷൻ കഴിഞ്ഞ് ആദ്യമേ തന്നെ തിരിച്ചു തന്നെന്ന് പറഞ്ഞു. പിന്നെ ആധാരം എവിടെ നഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ വളരെ അന്വേഷിച്ചു, പലയിടത്തും അന്വേഷിച്ചു. ഇത് നിയോഗത്തിൽ വെച്ചതുപോലുമല്ല. പക്ഷേ ഞങ്ങൾ നിയോഗം ആത്മാർത്ഥമായി ചെയ്യാൻ തുടങ്ങിയപ്പോൾ തന്നെ 9 വർഷങ്ങൾക്ക് ശേഷം ബാങ്കിൽ നിന്ന് ഫോൺ ചെയ്ത് അറിയിച്ചു ഞങ്ങളുടെ ആധാരം നഷ്ടപ്പെട്ടു പോയ ആധാരം ഒറിജിനൽ അത് ഡൽഹി ബ്രാഞ്ചിലുണ്ട് എന്ന് അറിയിച്ച് അവിടുന്ന് ഞങ്ങൾക്ക് തിരിച്ചു കിട്ടുകയുണ്ടായി. അതുപോലെ തന്നെ ഞങ്ങളുടെ വീട് വിൽക്കുന്നതിന് അതിൻ്റെ മുൻ പ്രമാണത്തിൽ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. ഒരു പേരിലുള്ള വ്യത്യാസമാണ്. ഞങ്ങൾ വീട് വാങ്ങിക്കുന്നയാൾ ബാങ്ക് ലോൺ എടുത്ത് വാങ്ങിക്കുന്നതുകൊണ്ട് ചിലപ്പോൾ അത് കണ്ടാൽ ആ കച്ചവടത്തിന് പ്രശ്നങ്ങളുണ്ടാകാം, ലീഗൽ പ്രോബ്ലംസ് ഉണ്ടാകാം. അതുകൊണ്ട് ഞങ്ങളത് പ്രാർത്ഥിച്ചു. പക്ഷേ ആ ഡോക്യുമെൻറ്റ്സ് എല്ലാവരും 5 വ്യക്തികൾ, വാങ്ങിച്ചയാളും വാങ്ങിച്ച ആധാരം എഴുതിയ ലോയറും ഡോക്യുമെൻ്റ് എഴുതിയ ലോയറും അതുപോലെ തന്നെ ബാങ്കിൻ്റെ 2 ഉദ്യോഗസ്ഥന്മാരും ബാങ്കിൻ്റെ ലീഗൽ ഓഫീസറും ഇതെല്ലാം പരിശോധിച്ചിട്ടും ആ മിസ്റ്റേക്ക് കണ്ടുപിടിച്ചില്ല. അതുകൊണ്ട് യാതൊരു പ്രശ്നങ്ങളുമില്ലാതെ എല്ലാ രീതിയിലും അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് എല്ലാം പൂർത്തിയാക്കുവാനായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് ഞങ്ങൾക്ക് വലിയ ബോധ്യം ആദ്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ അച്ഛൻ്റെ ധ്യാനത്തിലൂടെ മനസ്സിലാക്കി അത് വളരെ ബൈബിളിലുള്ള കാര്യങ്ങളാണെന്നും അത് പ്രതീകാത്മകമായി നമ്മൾ ചെയ്യുമ്പോൾ അത് നമ്മളുടെ തന്നെ ഉത്തരവാദിത്തങ്ങളെല്ലാം ദൈവത്തിന് സമർപ്പിക്കുന്നതിന് തുല്യമാണെന്നും ഒന്ന് മനസ്സിലാക്കി. അതിനുശേഷം ഞങ്ങൾ ധാരാളമായിട്ട് ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിക്കുവാൻ കഴിഞ്ഞു. ഉദാഹരണമായിട്ട് ഞങ്ങളുടെ വീടിന് ഒരു പ്രാവശ്യം ഇടിമിന്നലിൻ്റെ പ്രശ്നമുണ്ടായി. ആ സ്ഥലത്ത് ഇടിമിന്നലിൻ്റെ പ്രശ്നം ഉണ്ടാകുന്നതാണ്. ഒത്തിരിയേറെ 3-4 ഫാനും അതുപോലെ തന്നെ ഇൻവേർട്ടറുമൊക്കെ കത്തിപ്പോയി. പക്ഷേ ഞങ്ങൾ ഉപ്പിട്ട് പ്രാർത്ഥിച്ചതിന് ശേഷം ഇടിമിന്നലിന് പ്രശ്നം ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, കുറച്ച് കഴിഞ്ഞതിന് ശേഷം KSEBയുടെ സഹായത്തോടുകൂടി ഒരു പെർമനൻ്റായിട്ടൊരു സൊല്യൂഷൻ അവിടെ ഉണ്ടാക്കുവാനായിട്ടും സാധിക്കുകയും ചെയ്തു. ഗവൺമെൻറ് ഓഫീസുകളിൽ 2 ഗവൺമെൻറ് ഓഫീസുകളിൽ നിന്ന് സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. 2ഇടത്തും ഒരാഴ്ചത്തെ താമസമുണ്ടെന്നാണ് ആദ്യം കേട്ടത്. പക്ഷേ എനിക്ക് അത്യാവശ്യമുണ്ടായിരുന്നു. ഞാൻ ഒരു ഒപ്പിട്ട് പ്രാർത്ഥിച്ചതിന് ശേഷം ഞങ്ങൾ ഗവൺമെൻറ് ഓഫീസിൽ ചെന്നു. ആദ്യത്തെ ഓഫീസിൽ ചെന്നപ്പോൾ എപ്പോഴത്തേക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇരിക്കുക, അരമണിക്കൂറിനുള്ളിൽ തരാമെന്ന് പറഞ്ഞു. ആ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് 2ാമത്തെ ഓഫീസിൽ കൊണ്ടായത് കൊടുത്ത് അവിടെ നിന്നുള്ള സർട്ടിഫിക്കറ്റ് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇപ്പോൾ ഞങ്ങൾ സാധാരണയായി ഇത് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നതല്ല,
പക്ഷേ ഇതൊരു ജെനുവിൻ കേസാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇപ്പോൾ തന്നെ തരാമെന്ന് പറഞ്ഞ് അവിടുന്ന് തന്നെ 2 മണിക്കൂറിനുള്ളിൽ 2 ആഴ്ച സമയം ഇട്ടിരുന്ന സർട്ടിഫിക്കറ്റുകളെല്ലാം 2 മണിക്കൂറിനുള്ളിൽ തന്നെ ലഭിക്കുകയുണ്ടായി. അതുപോലെ ഒത്തിരിയേറെ കാര്യങ്ങൾ ഉണ്ട്. ഞങ്ങളുടെ ചില രോഗാവസ്ഥകളൊക്കെ വരുമ്പോഴത്തേക്കും തൈലം പുരട്ടുകയും ഒപ്പിട്ട് ഭക്ഷണം കഴിക്കുകയും ഒക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും സൗഖ്യ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു സ്കിൻ അലർജി ഉണ്ടായിരുന്നത് വെള്ളത്തിൽ ഒപ്പിട്ട് കുളിച്ചപ്പോൾ അത് മാറി. അങ്ങനെ ഉടമ്പടി വസ്തുക്കളുടെ ഉപയോഗം എന്തിനാണ് കർത്താവ് നൽകിയെന്ന് മനസ്സിലാക്കുകയും അതനുസരിച്ച് അത് ഉപയോഗിക്കുവാനും വളരെ സാധിച്ചു. ഇതുപോലെ ഞങ്ങൾ പ്രാർത്ഥിച്ചതും നിയോഗത്തിൽ വെച്ചതും അല്ലാത്തതുമായ ഒട്ടേറെ കാര്യങ്ങൾ ഞങ്ങൾക്ക് സാധിച്ചു. അതിലുപരിയായിട്ട് ആധ്യാത്മികമായൊരു ബോധ്യം ലഭിച്ചു. ഇത് ഉടമ്പടി എന്ന് പറഞ്ഞാൽ സുവിശേഷാത്മകമായൊരു ജീവിതമാണെന്നും അത് നമ്മൾ ധ്യാനം കൂടുന്നതിനേക്കാളൊക്കെ കൂടുതലായിട്ട് അനുദിന ജീവിതത്തിൽ മോണിറ്റർ ചെയ്ത് നമുക്ക് നയിക്കാൻ സാധിക്കുന്നതാണെന്ന് മനസ്സിലായിക്കൊണ്ട് കൂടുതൽ ആത്മാർത്ഥതയോടും തീക്ഷ്ണതയോടും കൂടി ആധ്യാത്മിക ജീവിതം നയിക്കുവാനായിട്ട് ഈ ഉടമ്പടി സഹായിച്ചു. അതുപോലെ തന്നെ വചനങ്ങൾ കൂടുതൽ മനസ്സിലാക്കുന്നതിനും കാരുണ്യ പ്രവർത്തികൾ ചെയ്യുന്നതിനും എല്ലാം കർത്താവ് സഹായിച്ചു. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് മക്ബായയുടെ പുസ്തകത്തിൽ 8-ാം അധ്യായം 15-ാം വാക്യം എടുത്തപ്പോൾ കിട്ടിയ ഒരു വാചകം ഇതാണ്: നിങ്ങളുടെ മെറിറ്റ് അനുസരിച്ച് ഇത് കിട്ടിയില്ലെങ്കിലും പിതാക്കന്മാരോട് ചെയ്ത ഉടമ്പടി അനുസരിച്ച് ഇത് നിങ്ങൾക്ക് തരുന്നു ലഭിക്കുന്നു എന്നുള്ളൊരു വചനം കിട്ടി. അപ്പോൾ ഇവിടെ ഈ ധ്യാനത്തിലൊക്കെ പറയുന്ന അതേ വാക്കുകൾ തന്നെ വചനത്തിൽ എത്രമാത്രം അധിഷ്ഠിതമാണെന്ന് കൂടുതൽ മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. കാരുണ്യ പ്രവർത്തികൾ ചെയ്യുന്നു. കഴിയുന്നിടത്തോളം ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഗവൺമെൻറ് ആശുപത്രികൾ സന്ദർശിച്ച് രോഗികളെ ശുശ്രൂഷിക്കാനും അവരെ സന്ദർശിക്കാനും കഴിയുന്ന രീതിയിലുള്ള ഉള്ളവർക്ക് ചെറിയ സാമ്പത്തിക സഹായങ്ങൾ ചെയ്യുവാനും കർത്താവ് അനുഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനത്തിൽ 2-3 കെട്ട് പത്രം എല്ലാ മാസവും കൊടുക്കാറുണ്ട്, വിതരണം ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ മറ്റ് ശുശ്രൂഷകൾ ചെയ്യാൻ ഏതെങ്കിലും അവസരം ലഭിക്കുകയാണെങ്കിൽ ദൈവരാജ്യത്തിന് വേണ്ടിയുള്ള എല്ലാ ശുശ്രൂഷകളും ചെയ്യുന്നു. ഉടമ്പടിയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷ്യമാകുക എന്ന് ആദ്യം ഞാൻ മനസ്സിലാക്കിയത് നമുക്ക് കിട്ടിയ ചില അനുഗ്രഹങ്ങളൊക്കെ ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തുക എന്നാണെന്ന് എനിക്ക് തോന്നിയിരുന്നത്. പിന്നീട് എനിക്ക് മനസ്സിലായി പരിശുദ്ധ അമ്മ ഇവിടെ പ്രത്യക്ഷപ്പെട്ടത് നമ്മളോട് പറയുവാനാണ്. ഇന്ന് നാം എല്ലാവരും ഞാനും നമ്മളുടെ വ്യക്തികളും കുടുംബങ്ങളും സമൂഹമെല്ലാം വലിയേറെ ദുരിതത്തിലൂടെയും കടന്നു പോകുമ്പോൾ യേശുവിലേക്ക് തിരിയുകയാണ് ഒറ്റ മാർഗമെന്ന് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട് വെളിപ്പെടുത്തുകയാണെന്നും ആ സന്ദേശത്തിന് സാക്ഷിയായിട്ട് മറ്റുള്ളവരെ ക്രിസ്തുവിലേക്ക് നയിക്കുകയാണ് നമ്മുടെ ജീവിത ധർമ്മമെന്നും ഈ ഉടമ്പടി ഞങ്ങളെ പഠിപ്പിച്ചു. അതിൽ ജീവിക്കുവാനായിട്ടും ഉറച്ചു നിൽക്കുവാനുമായി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ സഹായം ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഈ എളിയ സാക്ഷ്യം അവസാനിപ്പിക്കുന്നു.